കെ.പി.സി.സി എക്സിക്യൂട്ടീവ് ക്യാമ്പിന് വയനാട്ടിൽ സമാപനം. സർക്കാരിനെതിരെ സമരം ശക്തമാക്കാനൊരുങ്ങി കോൺഗ്രസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം പിടിച്ചെടുക്കാൻ കർമ്മ പദ്ധതിയുമായി കെ.പി.സി.സി. വിഭാഗീയത ചർച്ച ചെയ്തില്ലെന്നും ജനപക്ഷത്തുനിന്ന് ഒറ്റക്കെട്ടായി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറഞ്ഞു. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെയും നേരിടാൻ കോൺഗ്രസ് സജ്ജമെന്ന് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. എന്തായാലും ഈ ക്യാമ്പ് 2 ദിവസത്തെ ഈ ക്യാമ്പ് വരുന്ന ദിവസങ്ങളിലെ തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ സജ്ജമാക്കത്തക്കവണ്ണം പാർട്ടി മിഷനറിയെ ഊർജ്ജസ്വലമാക്കുന്നതിന് സഹായകമാകുന്ന ക്യാമ്പായിട്ട് മാറിയിട്ടുണ്ട്. ബി.ജെ.പിയുടെ വളർച്ചയെ ഗൗരവമായി കാണണമെന്ന പൊതുവികാരം ക്യാമ്പിലുണ്ടായി. പ്രാദേശിക തലത്തിലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നടപടികളെ തുറന്നുകാട്ടിയും ശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമെന്ന് യോഗത്തിൽ തീരുമാനമുണ്ടായതായി കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കി. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സജീവമായി മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് എല്ലാവരും നൽകിയത്. വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് എല്ലാവരും ആത്മവിശ്വാസത്തോടെയാണ് എല്ലാവരും ക്യാമ്പിൽ നിന്ന് മടങ്ങുന്നത്. എല്ലാവർക്കും ഇത് സന്തോഷം നൽകുന്ന ഒരു ചടങ്ങായിട്ട് മാറി. 6 കോർപ്പറേഷനുകളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ചുമതല കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവർക്കാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലകളിലെ പ്രവർത്തനങ്ങളുടെ ചുമതല ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കാണ്. റിപ്പോർട്ടർ, വയനാട്.